പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൌണ്ട് വഴി. ആ അക്കൌണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. ആദ്യഘട്ടത്തില് 3 ഏക്കർ 24.5 സെന്റ് ഭൂമി 3,68,36,388 രൂപ ചെലവിൽ ആ സ്ഥലം വാങ്ങി. അതിൽ യൂത്ത് കോൺഗ്രസിന് 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിക്കുകയും അവരത് KPCCക്ക് നൽകുകയും ചെയ്തു. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. ഈ കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ വയനാട് ഭവന നിർമ്മാണ ഫണ്ടിന്റെ പേരിൽ ഞങ്ങളെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ച് ഞങ്ങൾക്കെതിരായിട്ട് പ്രചരണം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടൊരു സംവാദത്തിന് തയ്യാറാണെന്ന് പലവട്ടം പറഞ്ഞു. മുഖ്യമന്ത്രി ആ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അപ്പൊ അതുകൊണ്ട് വയനാട് ദുരന്തത്തിൽ ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ഏറ്റവും അധികം സഹകരിച്ച പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. 73,90,985 രൂപ കൂടി ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും അതിന്റെ സർവേ ഉൾപ്പെടെയുള്ള EDS, ഓൺറൂൾ സർവേ, മുദ്രപത്രം, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കെല്ലാം കൂടിയായിട്ട് 73,90,985 കോടി രൂപ കൂടി ആവശ്യമുണ്ട്. രൂപ കൂടി ആവശ്യമുണ്ട് രജിസ്ട്രേഷൻ. ഈ ഭൂമി ഇടപാടുകളെല്ലാം തന്നെ അക്കൌണ്ട് വഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും ക്യാഷ് നേരിട്ട് നൽകിയിട്ടില്ല. എല്ലാം തെളിവുള്ള സംഗതികളാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സംശയത്തിന്റെ പുകമറയുണ്ടാക്കാൻ അവിടെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ച ടി സിദ്ദിഖിന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ഞങ്ങള് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങിയ സ്ഥലത്താണ് അവര് കയ്യേറി വീട് സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഗവൺമെന്റ് പദ്ധതികൾ എന്താ? ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ നേതൃത്വം നിലപാട് സ്വീകരിക്കേണ്ടത്? ആർക്കും പരിശോധിക്കാവുന്നതാണ് എന്റെ കണക്കുകൾ, അക്കൌണ്ടും എന്റെ രേഖയും. ഇനിയും ഞങ്ങൾ പൈസ അത് സമാഹരിക്കും. AICCയും അത് രാഹുൽജിയും പ്രിയങ്കാജിയും ഉൾപ്പെടെയുള്ള അവരുടെ നിയോജകമണ്ഡലത്തിലെ ഒരു സംഭവം ആയതുകൊണ്ടും KPCC ഏറ്റെടുത്ത ഒരു സംഭവം ആയതുകൊണ്ടും ഞങ്ങൾ അതിന് ഇനിയും പണം, പാർട്ടിയുടെ പണം കണ്ടെത്തിക്കൊണ്ട് വീട് നിർമ്മിക്കും. ഞങ്ങളുടെ പണം, പാർട്ടിക്ക് പണമുണ്ട്, ആ പണം ഉപയോഗപ്പെടുത്തും. ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കിയല്ലോ. ഇപ്പൊ തന്നെ പിരിച്ച പൈസയിൽ കൂടുതൽ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഫണ്ട് കളക്ഷൻ ഇല്ല. ഇനി ഫണ്ട് കളക്ഷൻ ഇല്ല. കോൺഗ്രസ് പാർട്ടിയുടെ, അതാ ഞാൻ പറഞ്ഞു, തനത് ഫണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലാതെയുള്ള ഫണ്ട് ഉപയോഗിച്ചു.